എന്താണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ചന്തം പോലത്തെ ഒരു പരിസമാപ്തി, കുന്നത്തൂർമേട് ബാലമുരളിയുടെ ഉറിയടി ആഘോഷവും അതുപോലെ മധു ബാലകൃഷ്ണൻ ചേട്ടന്റെ ഗാനമേളയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് പരിസമാപ്തി കാഴ്ചകൾ കണ്ടോളെ. നാരായണസ്വാമിയാണ് എൻ്റെ തകിലും വളം കേൾക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചോളൂ. കുന്നത്തൂർമേട് ബാലമുരളിയിൽ ഞാൻ എത്തിയപ്പോൾ അതിഗംഭീര തകിലുമാളം എല്ലാവരും കൂടി ചേർന്ന് ഉറിയടിയൊക്കെ സെറ്റപ്പ് ആക്കുകയാണ് കേട്ടോളെ. അതിഗംഭീരമായിട്ട് തന്നെ ഉറിയടിൻ്റെ കാര്യങ്ങളൊക്കെ ചെടുക്കനെ ആക്കി വിട്ടു. പിന്നെ ആദ്യമായിട്ട് ഉറിയടി കാണുന്നവരെ കൊണ്ട് കണ്ണിലും മൂക്കിലും ഒക്കെ വെള്ളം വാരിക്കോരി ഒഴിച്ച അതിഗംഭീരമായിട്ടൊരു ഉറിയടിയാണ് കേട്ടോ അവിടെ നടന്നത്. ശ്രീകൃഷ്ണൻ്റെ ബാല്യകാല ലീലകളിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ഈ ഉറിയടി സംഘടിപ്പിച്ചത്. എന്തായാലും അതിഗംഭീര ഉറിയടി കഴിഞ്ഞപ്പോഴേക്കും ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയിൽ രഥഘോഷയാത്ര ബാലമുരളിയുടെ മുറ്റത്തെത്തി. അപ്പോൾ ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് മധു ബാലകൃഷ്ണൻ ചേട്ടൻ്റെ ഗാനമേളയ്ക്കാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നമ്മുടെ സ്വന്തം പുളിയഞ്ചോട് മാരിയമ്മൻ്റെ തിരുമുറ്റത്ത് അതിഗംഭീരമായി ഒരുക്കിയ വൃന്ദാവൻ ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പിലെത്തി. എല്ലാവരും ഇരിക്കാൻ സീറ്റ് പിടിച്ചു. ഇതാ ഞങ്ങളൊക്കെ തിക്കി തിരക്കി നിൽക്കണു. അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ നടന്നു വരുന്നു. ആരാണ് നോക്കി? ചന്തം പോലെ ചെടുക്കനെ വന്നിറങ്ങി നമ്മുടെ മനസ്സിൽ പാട്ടിൻ്റെ അതിഗംഭീരമായിട്ടൊരു വിസ്മയം തീർക്കാൻ മധുച്ചേട്ടൻ്റെ പാട്ടുകൾ ആസ്വദിച്ചെന്ന് നേരം പോയത് അറിഞ്ഞില്ല. എന്തായാലും മധുച്ചേട്ടൻ വന്ന് പാട്ടുപാടി കുന്നത്തൂർ മേടിനെ വീണ്ടും ഒരു വൃന്ദാവനമാക്കി മാറ്റിയിട്ടോളെ. ശരിയെന്നാ ഞങ്ങളുടെ ഉത്സവങ്ങൾ തന്നെ.